ഓരോ ആത്മാക്കളെയും കുറിച്ച് വ്യക്തമായ സ്വപ്നങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ദൈവം, ഓരോ ശുശ്രൂഷകരിലൂടെയും തൻ്റെ ജനത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ദൈവം, അതെ, തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരിലും അവിടുന്ന് ചൊരിയുന്ന നന്മകൾ അനന്തമാണ്. അനേകരെ കൈപിടിച്ച് തൻ്റെ പക്കലേക്ക് ആനയിക്കുവാനും അവരെ സ്വർഗരാജ്യത്തിന് അനുയോജ്യരാക്കി തീർക്കുവാനും തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തരെ അവിടുന്ന് പ്രാപ്തരാക്കുന്നു. ഈ ലോകത്തിനു മുന്നിൽ മാതൃകകളായി മാറുവാനും തനിക്ക് മരണം വരെയും സാക്ഷ്യം വഹിക്കുവാനും അവിടുന്ന് അവരെ ശക്തരാക്കുന്നു. തൻ്റെ വിളി തിരിച്ചറിഞ്ഞ അനേകരിലൂടെ സുവിശേഷം ഈ സമൂഹത്തിൽ ജീവൻ പ്രാപിക്കുന്നു. ആ വിളികളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സന്ദേശം ഹൃദയങ്ങളിലേക്ക് ഒഴുക്കപ്പെടുന്നു. വചനപ്രഘോഷകൻ, അധ്യാപകൻ, ഇടവക വൈദികൻ, സെമിനാരി റക്ടർ തുടങ്ങി ഏറെ സ്ഥാനങ്ങളിൽ സ്തുത്യർഹമാംവിധം പ്രശോഭിച്ച ചരിത്രമാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റേത്. ഇന്ന് കോതമംഗലം രൂപതയുടെ വികാരി ജനറൽ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത് അനന്തമായ ദൈവകൃപയുടെ സമ്പന്നതയാണ്. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ ദൈവവിളി പ്രോത്സാഹനമെന്ന ദൗത്യം പ്രത്യേകമായി ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിരുന്നതായി കാണാം. പൗരോഹിത്യ സ്വീകരണ ശേഷം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച വലിയ ഉത്തരവാദിത്തങ്ങൾ അത് തെളിയിക്കുന്നു. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ട ദൈവനിയോഗം പൂർണ്ണമായും തൻ്റെ രൂപതയിലുള്ള അജപാലന പ്രവർത്തനങ്ങളുടെ വിജയം തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ആത്മീയമായും ഭൗതികമായും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ കാലത്ത് നിർണായകമായി മാറി. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ ജീവിതവീഥിയിൽ സ്വാഭാവികമെന്നവണ്ണം ദർശിക്കാവുന്ന ഏറെ ദൈവിക നിയോഗങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത്തരം നിയോഗങ്ങളുടെയും ദൈവിക തീരുമാനങ്ങളുടെയും ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ ജീവിതം. ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തെ തേടിയെത്തിയ അവസരങ്ങൾ ഓരോന്നും ആ നാളുകളിൽ അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും അല്പം മാറി നിന്ന് വീക്ഷിച്ചാൽ സവിശേഷമായൊരു ദൈവവിളിയുടെ ഭാഗം തന്നെയായിരുന്നു അവയെന്ന് വ്യക്തം. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനിലൂടെ ദൈവം ആഗ്രഹിച്ചിരുന്നത് ഒരിക്കലും മുൻകൂട്ടി വെളിപ്പെടുത്തപ്പെടാത്ത അനേകം ദൗത്യങ്ങൾ തന്നെയാണ്. അച്ഛൻ നമ്മുടെ സഭയ്ക്കും പ്രത്യേകിച്ച് ഈ രൂപതയ്ക്ക് ചെയ്തിട്ടുള്ള വലിയ സേവനത്തെ നന്ദിയോടെയാണ് ഞങ്ങൾ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനവും മറ്റുള്ളവർക്ക് ഏറെ പ്രചോദനാത്മകമാണ്. അദ്ദേഹത്തിന് ശുശ്രൂഷ ലഭിച്ചിട്ടുള്ളവർ ഒരിക്കലും അദ്ദേഹത്തെ മറന്നു പോവുകയില്ല. എനിക്കറിയാം, സെമിനാരിക്കാർ എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് നല്ല ഓർമ്മകളോടെയാണ് സംസാരിക്കാറുള്ളത്. സെമിനാരിലായിരുന്ന കാലഘട്ടത്തിൽ, റക്ടറായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും വ്യക്തിപരമായിട്ട് അറിയുകയും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വികാരിയായിരുന്ന ഇടവകളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പാവങ്ങളെ സഹായിക്കുവാനും അതോടൊപ്പം തന്നെ ആത്മീയമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സഭയുടെ ഭൗതികമായ നിലനിൽപ്പിന് അടിസ്ഥാനം തന്നെ ശക്തവും കൃത്യവുമായ ദൈവവിളികളാണ്.
കാലത്തിനും ദേശത്തിനും സംസ്കാരത്തിനും അനുയോജ്യമായ ദൈവവിളികളിലൂടെയാണ് പ്രാദേശികമായി സഭ വളർച്ചയാർജിക്കുന്നത്. ബഹുമാനപ്പെട്ട ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതം ഉത്തമ ദൈവവിളി പ്രോത്സാഹനത്തിനായി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ് എന്നത് നിശ്ചയം. കാരണം എക്കാലവും അദ്ദേഹത്തെ മാതൃകയായി കണ്ടുകൊണ്ട് അനേകം അഭിഷിക്തരും സന്യസ്തരും സഭയിൽ രൂപം കൊണ്ടു. കുടുംബത്തിലെ മൂന്നാമത്തെ പുത്രനെങ്കിലും ആദ്യമായി ദൈവവിളി തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന് പിന്നാലെ മൂത്ത സഹോദരനും സഹോദരിയും ദൈവവേലയ്ക്കായി ജീവിതം സമർപ്പിച്ചത് ഒരു തുടക്കമായിരുന്നു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ, അന്നത്തെ 11ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോയി. എന്നെ പറഞ്ഞു വിടാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്ന് എല്ലാ കുട്ടികളും ജനിച്ചു കഴിഞ്ഞിരുന്നില്ല. എന്നാലും ന്യായമായിട്ട് നമ്പർ എൻ്റെ പിന്നാലെയുണ്ട്. 2 പേര് എന്നേക്കാൾ മൂത്തവരും 4-5 പേരെൻ്റെ പിന്നിലുമുണ്ട്. അതുകൊണ്ട് ഒരു മൂന്നാമനെ പറഞ്ഞയക്കുക എന്നുള്ളത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ സൃഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ പോക്ക് കുടുംബത്തിൽ യാതൊരു സംഘർഷമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൻ്റെ വിചാരം എൻ്റെ മൂത്ത മകൻ BSc പഠിക്കുന്നു, അപ്പോൾ അവൻ കഴിയുമ്പോൾ ഒരു ജോലിക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ എന്നെക്കാൾ മൂത്ത എൻ്റെ സിസ്റ്റർ കോളേജിൽ പഠിക്കുന്നു. ആ PUC കഴിഞ്ഞ് പെങ്ങള് നാട്ടിൽ വീട്ടിലിരിക്കുക. ആ സമയത്താണ് പെങ്ങൾക്ക് ഒരു ദൈവവിളി ഉണ്ടാകുന്നത്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഇങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഘട്ടമാണ്. പെങ്ങളുടെ കസിൻ, മറ്റേണൽ കസിനാണ്, അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ മകള്. ഇങ്ങാലക്കുട ചെന്നപ്പോൾ ഈ അച്ഛൻ്റെ മകളുടെ കൂടെ അന്തരിച്ച ജോസഫ് കുണ്ടുകുളം പിതാവ്, അദ്ദേഹം സിസ്റ്ററിൻ്റെ സഹോദരിയുടെ സ്പിരിച്വൽ ഫാദറായിരുന്നു. അതുകൊണ്ട് കുണ്ടുകുളം പിതാവിൻ്റെ അടുത്ത് ആധ്യാത്മിക ഉപദേശം തേടാനായിട്ട് ഞങ്ങളുടെ കസിൻ പോയിരുന്നു. കൂടെ എൻ്റെ സഹോദരി, ഇപ്പോഴത്തെ സ്റ്റെഫനി. കുറേ നേരം ഈ കസിൻ കുണ്ടുകുളം പിതാവായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ ശേഷം എൻ്റെ പെങ്ങൾക്കും ഒന്ന് സംസാരിക്കണമെന്ന് താല്പര്യം. അവിടെ പോയി കുണ്ടുകുളം പിതാവിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ മനസ്സും ഉറച്ചു. സന്യാസിയാകുന്നൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് അവിടെ നിന്നും തിരിച്ചു പോരുന്നത്. രണ്ടാമത്തെ ആൾ എൻ്റെ ജ്യേഷ്ഠൻ, കോതമംഗലത്ത് സെൻറ്റ് ജോർജിൽ ഒരു ഫുട്ബോൾ താരമായിരുന്നു. പിന്നീട് PUC പഠനത്തിന് ട്രിച്ചിക്ക് പോയി. BScക്ക് നിർമ്മല കോളേജിൽ വന്ന് അവിടെയും കോളേജ് ടീമിൽ അംഗമായിരുന്നു. അതുകൊണ്ട് കോളേജ് ടീമിൽ അംഗമൊക്കെ ആരെങ്കിലും അച്ഛനാകാൻ പോകുമോ എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പഠനം കഴിഞ്ഞു. അപ്പനും പ്രതീക്ഷ പഠനവും ജോലിയൊക്കെ ഉണ്ടാവും. പക്ഷേ ആൾ തീരുമാനമെടുത്തു CMI സഭയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഒരു ദൈവം, രണ്ടാമത്തെ ദൈവവിളി അങ്ങനെ സംഭവിക്കാം. അത് അപ്പനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ഞാൻ മൂന്നാമൻ പോയപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ രണ്ടാമനും കൂടെ പോയപ്പോൾ അതുകൊണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നീട് തൊട്ടു താഴെയാണ് ഇവിടെ ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുന്ന എൻ്റെ അനുജൻ ജോസാണ്. പിന്നീട് 4ാമൻ. 5ാമത് വരുന്നത് മറ്റൊരു സിസ്റ്ററാണ്, SD സഭാംഗമായിട്ടുള്ള മേരി തെരേസ്. ആ സിസ്റ്റർ പോകുമ്പോൾ ഞാനിവിടെ ഇല്ല, ഞാൻ റൂമിൽ പഠനത്തിന്. അതുകൊണ്ട് ആ പോക്കിൻ്റെ വിശദാംശങ്ങൾ ഞാൻ തിരിച്ചു വരുന്നതിന് ശേഷമാണ് സന്യാസ വ്രതം അനുഷ്ഠിക്കുന്നു, ഉടുപ്പ് സ്വീകരിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിലൊക്കെ ഞാൻ റോമിൻ്റെ പട്ടം കിട്ടി തിരിച്ചു വന്നപ്പോൾ മേരി തെരേസ് ഉണ്ട്. കുഞ്ഞിലേ മുതലൊരു ദൈവികത അച്ഛനിൽ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങളുടെ വലിയമ്മ എപ്പോഴും പറയുമായിരുന്നു അച്ഛൻ ഒരു വൈദികനായിട്ട് ഒരു മെത്രാനാകുമെന്ന്. ആ കുഞ്ഞിലേ ഉള്ള ശാലീനതയും സൗമ്യതയും ദൈവികതയും ഒക്കെ ഇന്നും അച്ഛൻ വളർത്തിക്കൊണ്ട് പോരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് അകൽച്ച കാണിക്കാതെ അവരെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിശാല ഹൃദയം ഇന്നും അച്ഛനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുക. ഞങ്ങൾ 9 മക്കളിൽ 3ാമത്തെ ആളാണ് ജോർജ് അച്ഛൻ. അച്ഛൻ 3ാമത്തതാണെങ്കിലും ആദ്യം സെമിനാരിൽ പോകുന്ന അച്ഛനാണ്. അന്ന് ഞങ്ങൾ മൂത്തവർ 2 പേരും കോളേജിൽ പഠിക്കുന്ന സമയം. അച്ഛൻ അങ്ങനെ സെമിനാരിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉള്ളിലൊരു ആഗ്രഹം തോന്നി, ഞങ്ങൾക്കും പോയാൽ എന്താ. അങ്ങനെ അച്ഛൻ ഞങ്ങളുടെ ദൈവങ്ങളെയും കൂടെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം 5 വർഷത്തെ ശുശ്രൂഷാ ജീവിതവും കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ജോർജച്ചൻ ഉപരിപഠനത്തിനായി റോമിൽ തിരിച്ചെത്തി. തികച്ചും ദൈവനിയോഗിതമായൊരു കാലയളവായിരുന്നു അതെന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഭാരതത്തിൻ്റെ പ്രായോഗിക തലത്തിലുള്ള ദൈവശാസ്ത്രാഭിമുഖ്യത്തെ വിവിധ കാഴ്ചപ്പാടുകളുടെ വെളിച്ചത്തിൽ പഠനവിധേയമാക്കിയ അദ്ദേഹത്തിന് സ്വന്തം കണ്ടെത്തലുകൾ ഭാവിയിലേക്ക് വലിയ ഊർജം പകർന്നു. 1974 എൻ്റെ 5 വർഷത്തെ സേവനം പൂർത്തിയാക്കി പിന്നീട് അഡ്മിഷൻ്റെ സമയമായപ്പോൾ ഞാൻ റോമിലേക്ക് പോകുന്നത്. അവിടെ ഓറിയൻ്റൽസിന് വേണ്ടിയുള്ള കോളേജോ ഡമഷേനോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് താമസം. പിന്നെ പഠിക്കേണ്ടത് അവരൊക്കെ നിശ്ചയിക്കുന്ന യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ പഠിക്കാൻ പോയത് ജെസ്യൂട്ട്സിൻ്റെതായ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ. പഠന വിഷയം സിസ്റ്റമാറ്റിക് തിയോളജി ആയിരുന്നു. എൻ്റെ തീസിസിൻ്റെ പേര് ടുവേർഡ്സ് എ തിയോളജി ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ വികസനവുമായിട്ടും വിമോചനമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈവശാസ്ത്ര ദർശനങ്ങളുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള പഠനമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ യൂറോപ്പിലെ തിയോളജിയുടെ ഒരു മോഡൽ പഠിച്ചു, ഇന്ത്യയിലെ മറ്റ് മതങ്ങളുടെ വികസന ദർശനങ്ങൾ പഠിച്ചു, കത്തോലിക്ക ഇതര വിഭാഗങ്ങളുടെ വികസന ദർശനങ്ങളും പിന്നെ സഭയുടെ ഔദ്യോഗിക പഠനങ്ങളും ഇതിനെല്ലാം ഒരു പഠനം നടത്തിയിട്ടൊരു അതൊന്ന് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര ദർശനം നൽകുക എന്നതായിരുന്നു എൻ്റെ തീസിസിൻ്റെ ഉദ്ദേശം. അത് സാമാന്യം തരക്കേടില്ലാതെ ദൈവാനുഗ്രഹത്താൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 79 എൻ്റെ പഠനം പൂർത്തിയാക്കുക. ചെന്ന ഉടൻ തന്നെ ഇവിടുത്തെ ഈ രൂപതയിലെ ജോലികളെല്ലാം പശ്ചാത്തലത്തിൽ ഞാൻ കുറേ വളർന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ചില നേതൃത്വ റോളുകളൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടി. ചെന്ന ആദ്യ വർഷം തന്നെ റോമിലെ ഇന്ത്യൻ പ്രീസ്റ്റ് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ട് അവരെന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു പൗരോഹിത്യ ഇടപെടലിനുള്ള കുറേ അവസരങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തന്നു. അവധിക്കാലത്ത് ഞാൻ അജപാന ശുശ്രൂഷയ്ക്കായിട്ട് ജർമ്മനി പോകുക പതിവായിരുന്നു. പല ഇടവുകളിലും മാറി മാറി ജർമ്മൻ സഭയുടെ സ്പന്ദനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റോമിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും പല രീതിയിൽ ലോകത്തെ അടുത്തറിയുവാനും പക്വമായൊരു കാഴ്ചപ്പാട് സ്വയം രൂപീകരിക്കുവാനും കഴിഞ്ഞിരുന്ന ജോർജച്ചൻ്റെ അനുഭവങ്ങളിൽ ഒരിക്കലും നിസ്വാർത്ഥ സ്നേഹത്തിന് വിപരീതമായ ഒരു ധാരണകളും ഇടം പിടിച്ചിരുന്നില്ല. സ്വതവേ കൈമുതലായിരുന്ന നന്മയും സ്നേഹവും കൊണ്ട് ലോകത്തെ കീഴടക്കാനാവുമെന്നതിന് കാലം അദ്ദേഹത്തിന് തെളിവുകൾ നൽകിക്കൊണ്ടിരുന്നു. അത് ഉറപ്പേറിയ ഒരു ഹൃദയത്തോടു കൂടിയ സ്നേഹധനനായ ഒരു ശുശ്രൂഷകനെ രൂപപ്പെടുത്തുകയായിരുന്നു. ഈ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ട് ഒരു ഇടവകയിൽ ചെന്നിട്ട് എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. പലരും പറയും അച്ഛന്മാർ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണെങ്കിൽ അവന് കറുത്തവനാണ്, അവന് വിവേചനം ഉണ്ടാവും, അവഗണനകളുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിരവധി പേര് നല്ല ഭക്ഷണം കിട്ടിയില്ല. ഈ പരിഭവങ്ങൾക്കൊന്നും എനിക്ക് അവകാശമില്ല. ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ നല്ല ഭക്ഷണം, ഒരിടത്തും സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കേണ്ട പാത്രം കഴുകേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അതുപോലെ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ സ്നേഹവും പരിഗണനയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ച് ഒരു പരിഭവം പറയാനുള്ള അവകാശം എനിക്കില്ല. എനിക്ക് കുഞ്ഞുനാളിൽ കിട്ടിയ സ്നേഹിക്കപ്പെട്ടതിൻ്റെ ഉറപ്പ് ഈ പഠന സമയത്തൊന്നും ലംഘിക്കപ്പെട്ടിട്ടില്ല. വളരെ നല്ല മനുഷ്യരുമായിട്ട് ഇടവന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇടപെട്ടവരൊക്കെ നല്ലവരായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ള സത്യം. വളരെ ആഴമേറിയ വ്യക്തിബന്ധവും സ്നേഹബന്ധങ്ങളൊക്കെ പുലർത്തുന്ന ഒത്തിരി മനുഷ്യർ കണ്ടുമുട്ടാൻ പറ്റി. വളരെ സെൽഫ്ലെസ്സായിട്ട് ഇന്ത്യക്കാരനാണ് പാവപ്പെട്ടവരെന്നൊരുപരിയായിട്ട് സ്നേഹാദരവോടുകൂടി നമ്മൾ ഇടപെടുന്ന നല്ല ജർമ്മൻകാരെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകം നല്ലതാണെന്നുള്ള എൻ്റെ അടിസ്ഥാന ബോധ്യം ഒരിക്കലും നിഷേധിക്കപ്പെട്ടിട്ടില്ല.
അപ്പം അതിൻ്റെ എല്ലാം മൂലധനമായിട്ടാണ് ഞാൻ ഒരു ബേസിക് ഓപ്റ്റിമിസം, എല്ലാവരെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട്, പിന്നെ വിവിധ റീത്തുകളും ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള അവസരം, ഇതെല്ലാം ഉണ്ടായി. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നാണ് വാറ്റിക്കനിൽ പ്രൊപ്പഗാൻഡ ഫീദെ എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റായിട്ട് ലൂർദ് സ്വാമി, കാർഡിനൽ ലൂർദ് സ്വാമി ജോലി ചെയ്യുന്ന അവസരമാണ്. അദ്ദേഹത്തിൻ്റെ ജൂബിലി മീറ്റിങ്ങിൽ അതെല്ലാം ഓർഗനൈസ് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആഗോള സഭയിൽ വരുത്തിയ മാറ്റങ്ങൾ വിപ്ലവകരമാണ്. കാലത്തിനനുസൃതമായി നാനാവിധങ്ങളായ തലങ്ങളിലിടപെട്ട കൗൺസിൽ പ്രബോധനങ്ങൾ വിശ്വാസകാര്യങ്ങളിലും പ്രവർത്തന കാര്യങ്ങളിലും ഒരുപോലെ സ്വാധീനം ചെലുത്തി. റോമിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിക്കുന്ന വൈദികർ ഉടൻ തന്നെ ഉപരിപഠനത്തിലേക്ക് പ്രവേശിക്കുന്ന മുൻ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉപരിപഠനത്തിനു മുൻപ് 5 വർഷത്തെ അജപാലന പരിചയം വേണമെന്ന നിർദ്ദേശം രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ നിന്നുള്ളതാണ്. ആ നിർദ്ദേശത്തിന്റെ ഫലപ്രാപ്തി ബഹുമാനപ്പെട്ട ഓലിയപ്പുറമച്ചന്റെ അനുഭവങ്ങളിൽ നിന്നും വ്യക്തമാണ്. പഠനശേഷം രൂപതാ കാര്യാലയത്തിൽ തിരികെ എത്തിയ അച്ഛൻ തനിക്ക് ലഭിച്ച വിദ്യാഭ്യാസപരവും പ്രവർത്തനാധിഷ്ഠിതവുമായ അറിവുകൾ തന്നെ മുന്നോട്ട് നയിച്ചിരുന്നത് സ്മരിക്കുന്നു. ഇവിടെ വന്ന് ആദ്യത്തെ ഏതാനും മാസം ഞാൻ അസിസ്റ്റൻ്റ് ചാൻസലറായിട്ടും അതുപോലെ അസിസ്റ്റൻ്റ് കാറ്റഗീസൺ ഡയറക്ടറൊക്കെ ആയിട്ട് നിയമിച്ചു. പ്രധാന ട്രാൻസ്ഫർ സമയം വന്നപ്പോഴേക്കും ഞാൻ രൂപതയിലെ ചാൻസലറും വിജ്ഞാനഭവൻ്റെ ഡയറക്ടറും പിന്നെ ബൈബിൾ അപ്പോസ്റ്റേറ്റിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് ജോലി ഏറ്റെടുത്തു. അങ്ങനെ വൈവിധ്യമാർന്ന സേവന മേഖലകൾ എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഉപരിപഠനത്തിന് മുമ്പ് ഈ 5 വർഷത്തെ അജപാലന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനിവിടെ റൂട്ടറായി, ഞാനിവിടെ വേരുറച്ചു. ഭാഷ എനിക്ക് വഴങ്ങുന്ന ഏതാശയവും മലയാളത്തിൽ പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഉപരിപഠനം നമ്മുടെ തന്നെ പശ്ചാത്തലത്തിൽ നടത്താനും ഉപരിപഠനത്തിൽ ഉൾക്കാഴ്ചകൾ തിരിച്ചു വരുമ്പോൾ മലയാള ഭാഷയിൽ പങ്കുവയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ തിരിച്ചു വന്നത്. അതുകൊണ്ട് ഒരു പാസ്റ്റൽ എക്സ്പീരിയൻസിൻ്റെ ഗുണം ഞാൻ അനുഭവിച്ചു ഉപരിപഠനത്തിന് മുമ്പായിട്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഉപരിപഠനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഉപരിപഠനത്തിൻ്റെ ഫലങ്ങളും മലയാളത്തിൽ പങ്കുവയ്ക്കാൻ എനിക്ക് എളുപ്പമായി. ഇതിന് ചാൻസലർ എന്ന നിലയിലും വിജ്ഞാനഭവൻ്റെ ഡയറക്ടർ എന്ന നിലയിലും അതുപോലെ കാറ്റഗീസത്തിൻ്റെ ബൈബിൾ അപ്പോസ്റ്റേറ്റിൻ്റെ ഡയറക്ടർ എന്ന നിലയിലും കുറേയേറെ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് ദൈവം അവസരം തന്നു. അതെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതോടൊപ്പം തന്നെ എന്നെയും വളർത്തുന്ന അനുഭവമായിരുന്നു. അതിശയകരമായ ഏറെ അനുഭവങ്ങളുടെയും വഴിനടത്തലുകളുടെയും തുടർക്കഥയാണ് ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറമച്ചൻ്റെ അജപാലന ജീവിതം. ഒരു പക്ഷേ പകരക്കാരനില്ലാത്ത ഒട്ടേറെ ദൗത്യങ്ങളിൽ വളരെ യാദൃശ്ചികമായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ആത്മീയ രൂപീകരണ മേഖലയിൽ ഏറെ സന്യസ്തരെ വഴി നടത്തുവാനും വളരെ പ്രത്യേകമായി യുവജനങ്ങൾക്ക് പരിശീലനം നൽകുവാനും അദ്ദേഹത്തിന് ഏറെ അവസരങ്ങൾ ദൈവം നൽകി. പല ഫോർമേഷൻ ഹൗസിൽ എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് അവസരമുണ്ടായി. കോതമംഗലം പരിസരത്തുള്ള CMC സഭയിലെ നോവീസ് മാസ്റ്ററായിട്ട് എന്നെ നിയമിച്ചു. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ നോവീസ് മാസ്റ്ററായിട്ട് അച്ഛന്മാരെ നിയമിക്കുന്ന മറ്റു രൂപതകളിൽ പതിവില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പാരമ്പര്യമായിരുന്നു അത്. അതുകൊണ്ട് CMC സഭയിലെ നോവീസ് മാസ്റ്ററായിട്ടും മറ്റ് നൊവീഷ്യേറ്റും ഫോർമേഷൻ ഹൗസുകളിലെല്ലാം ക്ലാസ് എടുക്കുന്ന ആളുമായിട്ട് അങ്ങനെ സിസ്റ്റേഴ്സിന് രൂപീകരണ രംഗത്ത് ന്യായമായ ഒരു സംഭാവന നൽകാനായിട്ട് കഴിഞ്ഞു.
കാറ്റഗിസത്തിന് വേണ്ടി എല്ലാ ഇടവകളിലും പോകാനും അതിൽ കാറ്റഗിസത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ കാറ്റഗിസം പഠനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളർത്താനൊക്കെ സാധിച്ചു. അതുപോലെ ബൈബിൾ അപ്പോസ്റ്റലേറ്റിന് ഈ ഓൾ കേരള തരത്തിലുള്ള മത്സരങ്ങളുണ്ട്. കലാരൂപങ്ങൾ, ബൈബിൾ ക്വിസ്, ബൈബിൾ നാടകങ്ങൾ, ബൈബിൾ ഡാൻസ് ഇതൊക്കെ നടത്തി ഞാൻ ഉള്ള കാലത്ത് മിക്കവാറും വർഷങ്ങളിലെല്ലാം കോതമംഗലം രൂപത സ്റ്റേറ്റിൽ ഒന്നാമതായിട്ട് വരുന്നുണ്ടായി. അവിസ്മരണീയമായ ഏറെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ തൻ്റെ ജീവിതത്തിലെ സവിശേഷമായ ദൈവിക ഇടപെടലുകൾ തിരിച്ചറിയുന്നു. ദൈവം പ്രത്യേകമായി തൻ്റെ മുന്നിൽ വച്ചു നീട്ടിയ സ്നേഹസമ്മാനങ്ങളായിരുന്നു അവയൊക്കെയെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തെയും അനന്തസ്നേഹത്തെയും നിസ്തുലമായ പരിപാലനയെയും കുറിച്ച് ലോകത്തോട് പ്രഘോഷിക്കുവാൻ അവിടുന്ന് ഹൃദയത്തിൽ പതിച്ചു നൽകിയ മനോഹര നിമിഷങ്ങളായിരുന്നു അവയോരോന്നും. അനുസ്മരിക്കാൻ പറ്റുന്ന വലിയ സംഭവം കോതമംഗലം രൂപതയുടെ സിൽവർ ജൂബിലിയാണ്. 57 പിറന്ന കോതമംഗലം രൂപത 82 സിൽവർ ജൂബിലി ആഘോഷിച്ചു. ആ ആഘോഷവേളയിലും നമ്മുടെ ചാൻസലറാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഉത്തരവാദിത്വവും ഒരു നല്ല ഭാഗം നമുക്കുണ്ടായിരുന്നു. 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും സമാപന സമ്മേളനത്തിൽ പ്രധാന അതിഥിയായിട്ട് വന്നത് മദർ തെരേസയാണ്. പരിശുദ്ധ പിതാവിൻ്റെ പ്രതിനിധി ഇന്ത്യൻ നുൻസിയോ കാച്ചി വില്ലൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ മദർ തെരേസ ആയിരുന്നു ആകർഷണ കേന്ദ്രം. എനിക്കൊരു വലിയ ഭാഗ്യമെന്ന് പറയുന്നത് മദർ തെരേസയുടെ പ്രസംഗം തത്സമയം തർജ്ജമ ചെയ്യാനായിട്ടുള്ള നിയോഗം എനിക്കായിരുന്നു. ഏതായാലും അത് തത്സമയം അതിൻ്റെ മനോഹാരിത ഒട്ടും കുറയ്ക്കാതെ മലയാളത്തിൽ റെൻഡർ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അനുവദിച്ചു. അതുകൊണ്ട് ശ്രോതാക്കൾ ഒരിക്കലും മറക്കാത്ത ഒരു ട്രാൻസ്ലേഷനായിരുന്നു. കാരണം മദർ തെരേസയെ എൻ്റെ ശബ്ദത്തിലൂടെ കേൾക്കാനായിട്ട് ജനത്തിന് കഴിഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം. അന്ന് പങ്കെടുത്തവരൊക്കെ ഒരിക്കലും മറക്കാത്തൊരു സംഭവമായിട്ടൊന്ന് മാറി. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ വൈദിക ജീവിതത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഏറെ മേഖലകളിൽ അദ്ദേഹത്തെ ദൈവം നയിച്ചതിനൊപ്പം അദ്ദേഹത്തിന് നൽകിയ സവിശേഷമായ അവസരങ്ങളായിരുന്നു ഒട്ടേറെ ധ്യാനങ്ങൾ. കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സന്യാസ സഭകളിലും ധ്യാനിപ്പിക്കാനായി കടന്നു ചെന്നിട്ടുള്ള അദ്ദേഹത്തെ ആ മേഖലയിലും ദൈവം കൈപിടിച്ചു നടത്തിയത് അതിശയകരമായും ഒപ്പം അതിവേഗവുമാണ്. പിതാക്കന്മാരെ ഉൾപ്പെടെ ധ്യാനിപ്പിക്കാനായി ദൈവം നൽകിയ അവസരങ്ങളെ അദ്ദേഹം നന്ദിയോടെ സ്മരിക്കുന്നു. ഞാൻ 10 വർഷക്കാലം ഇവിടെ ചാൻസലറായിരുന്നു. ആ സമയത്ത് തന്നെ എന്നെ പല സ്ഥലങ്ങളിലും ധ്യാനത്തിന് വിളിക്കുമായിരുന്നു. അച്ഛന്മാരുടെ ധ്യാനം, ഇടവക ധ്യാനങ്ങൾ, അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം, അങ്ങനെ ധ്യാന രംഗത്ത് ഞാൻ ന്യായമായിട്ടുള്ള ശുശ്രൂഷ ആ കാലഘട്ടത്തിൽ ചെയ്യാനിട വന്നു. അതിലൂടെ ഞാനിങ്ങനെ വളരെ അപ്പോൾ ചാൻസലർ ജോലിയുടെ അവസാന ഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നെ ഒരിക്കൽ വിൻസെൻഷൻ സഭാംഗങ്ങൾ അവരുടെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വിളിച്ചു. ധ്യാനം നടക്കുന്നത് ആലുവയിലുള്ള അവിടെ സ്റ്റഡി ഹൗസിലാണ്. ധ്യാനം കഴിഞ്ഞു, ഒരാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞു. അവർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ആദ്യത്തെ ധ്യാനമാണെന്ന് ഓർക്കണം അച്ഛന്മാർക്കുള്ളത്. എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സീനിയർ വിൻസെൻഷൻ അച്ഛൻ പറഞ്ഞു, ഒത്തിരി ധ്യാനം നടത്തിയിട്ടുള്ള ഒരു അച്ഛനാണിത്, അനുഭവസമ്പന്നനായ ഒരു അച്ഛനാണ്. അനുഭവസമ്പത്ത് എനിക്കുണ്ട്, പക്ഷേ അച്ഛന്മാർ നടത്തി ഒരു അനുഭവസമ്പത്ത് എനിക്കുണ്ടായിരുന്നില്ല. അതാരും അറിഞ്ഞിരുന്നുമില്ല. പക്ഷേ എൻ്റെ പ്രസംഗം കേട്ട ശേഷം അനുഭവസമ്പത്ത് ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയാനൊക്കെ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ധ്യാനം കഴിഞ്ഞു. ഞാൻ സ്റ്റഡി ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ടെലിഫോൺ കോൾ വരിക. വിളിക്കുന്നത് ജെയിംസ് പഴയാറ്റിയാണ്, ബിഷപ്പ് ജെയിംസ് പഴയാറ്റിൽ. അദ്ദേഹം KCBCയുടെ സെക്രട്ടറിയാണ്.
അങ്ങേ തിരക്കുന്ന എന്താണെന്ന് പറയുന്നറിയോ? അച്ഛാ, ഒരു റിക്കളക്ഷൻ നടത്താവോ? ആർക്ക് വേണ്ടിയാ? KCBC ബിഷപ്സിന് വേണ്ടി. അങ്ങനെ അച്ഛന്മാരുടെ ധ്യാനം കഴിഞ്ഞ് തീരുന്നതിന് മുമ്പേ ബിഷപ്സിൻ്റെ ഏകദിന റിട്രീറ്റ് നടത്താനായിട്ട് എന്നെ വിളിച്ചു. പിന്നീട് സംഭവിക്കുന്നുണ്ട്. പിന്നീട് ധ്യാനരംഗത്തേക്ക് പോയാൽ എൻ്റെ മാറ്റത്തിനൊക്കെ ശേഷം പിന്നീട് കേരളത്തിലെ എല്ലാ റീത്തിലും പെട്ട എല്ലാ രൂപതകളിലും ഇതിനകം ഞാൻ ധ്യാനം പ്രസംഗിച്ചു കഴിഞ്ഞു. പിന്നെ KCBC ബിഷപ്സിൻ്റെ അന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അവരുടെ വാർഷിക ധ്യാനവും പ്രസംഗിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ബഹുമാനപ്പെട്ട ജോർജ് ഓലിയപ്പുറം അച്ഛൻ്റെ ജീവിതത്തിൽ ഉടനീളം മിഴിവാർജിച്ചു നിൽക്കുന്ന ദൈവിക ഇടപെടലുകൾ അതിശയകരമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ അഭിഷിക്തനെ പിടിച്ചു നടത്തുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന അവിടുത്തെ പരിപാലന അവർണ്ണനീയവും. ദൈവകരങ്ങളുടെ വിസ്മയനീയമായ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിലകൊള്ളുവാൻ ഈ അനുഭവങ്ങൾ നമുക്ക് പ്രചോദനമേകട്ടെ. എൻ്റെ നിയമനം വന്നത് കോതമംഗലം രൂപതയിലെ ചാൻസലർ ജോലിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എവാഞ്ചലൈസേഷൻ 2000 എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിട്ടാണ്. ഈ പ്രസ്ഥാനത്തിന് നിയതമായ രൂപമൊന്നുമില്ല, താമസ സ്ഥലവുമില്ല. എവിടെ വേണമെങ്കിലും താമസിച്ചുകൊണ്ട് കോതമംഗലം രൂപതയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുക എന്നുള്ള. കത്തെഴുതുന്നത് ഡൽഹിയിൽ നിന്നാണ്. അവിടെ CBCയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ കേരള ബിഷപ്സ് ഒരുമിച്ച് ചേർന്നിട്ട് തീരുമാനം എടുക്കുകയാണ്. ആലുവ മംഗലപ്പുഴ സെമിനാരിക്ക് പുതിയ റെക്ടർ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കാലം വൈകി, ഒരു കൺസെൻസിലെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഡൽഹിയിൽ CBCയുടെ സമയത്ത് കേരള ബിഷപ്സ് ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനം എടുക്കുക. എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ പേരാണ് നിശ്ചയിക്കുക.